ഭാരതത്തിലെ നിലവിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാഹചര്യത്തിൽ യേശുക്രിസ്തുവിന്റെ സന്ദേശത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കുവാനും ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി നിലകൊള്ളുവാനും ആഹ്വാനം ചെയ്ത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി ബംഗളൂരു സെന്റ് ജോൺസ് അക്കാദമിയിൽ നടന്ന കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ 37ാമത് ജനറൽ ബോഡി യോഗത്തിനു ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് സഭയുടെ ഈ നിലപാട് വ്യക്തമാക്കിയത്. ഫെയ്ത്ത് ആൻഡ് ദ നേഷൻ, ദ ചർച്ചസ് വിറ്റ്നസ് ടു ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ വിഷൻ എന്ന പ്രമേയത്തിൽ ഫെബ്രുവരി 4 മുതൽ 10 വരെ നടന്ന സമ്മേളനത്തിൽ 202 ബിഷപ്പുമാർ പങ്കെടുത്തു. സമ്മേളനത്തിലെ പ്രധാന തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഭരണഘടനയോടുള്ള വിശ്വസ്തത, ഇന്ത്യയുടെ ബഹുസ്വരത, മതേതരത്വം, ജനാധിപത്യ സ്വഭാവം എന്നിവ സംരക്ഷിക്കുവാൻ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. ആമുഖത്തിൽ വിഭാവനം ചെയ്യുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മൂല്യങ്ങൾക്കായി സഭ നിലകൊള്ളും. രാജ്യത്തിന്റെ വളർച്ചയിൽ പങ്കുചേരുമ്പോഴും വർദ്ധിച്ചുവരുന്ന സാമൂഹിക അസമത്വങ്ങൾക്കും ധ്രുവീകരണത്തിനുമെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഭൂമിയുടെ ഉപ്പായി തീരണമെന്നും കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. രാഷ്ട്രീയം, തൊഴിലില്ലായ്മ, കുടിയേറ്റം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്ന യുവതലമുറയെ ശാക്തീകരിക്കുവാനും അവരെ പൊതുജീവിതത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനും പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. കേവലം തൊഴിലവസരങ്ങൾ മാത്രമല്ല, ജീവിതത്തിന് അർത്ഥവും ധാർമ്മികമായ ദിശാബോധവുമാണ് യുവാക്കൾ ഇന്ന് തേടുന്നതെന്ന് സഭ വിലയിരുത്തി. മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനോടൊപ്പം ഇന്ത്യയിലെ ഉത്തരവാദിത്തമുള്ള പൗരന്മാർ എന്ന നിലയിൽ രാഷ്ട്രീയത്തിലും ജനാധിപത്യ പ്രക്രിയകളിലും യുവജനങ്ങൾ സജീവമായി ഏർപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് ബിഷപ്പുമാരുടെ കൗൺസിൽ ആഹ്വാനം ചെയ്തു. ദരിദ്രർക്കുള്ള മുൻഗണന. സഭയുടെ വിദ്യാഭ്യാസ സാമൂഹിക സ്ഥാപനങ്ങൾ വെറും അക്കാദമിക് മികവിനപ്പുറം നീതിയിലും ദരിദ്രർക്കുള്ള മുൻഗണനയിലും അധിഷ്ഠിതമായിരിക്കണമെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രസ്താവിച്ചു. വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം ഒരു പദവിയായി മാറ്റി നിർത്തപ്പെടരുതെന്നും പാവപ്പെട്ടവർക്കായി സഭ എപ്പോഴും പുതിയ പാതകൾ കണ്ടെത്തണമെന്നും ബിഷപ്പുമാരുടെ കൗൺസിൽ ആഹ്വാനം ചെയ്തു. ദരിദ്രരെ നഷ്ടപ്പെടുക എന്നത് വിദ്യാലയങ്ങളുടെ അർത്ഥം തന്നെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന ദർശനം സഭ ഉയർത്തിപ്പിടിച്ചു. സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും അവഗണിക്കപ്പെടുന്ന നിലവിലെ സാഹചര്യത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉറപ്പു നൽകുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മൂല്യങ്ങളിൽ സഭ തന്റെ വിശ്വാസം വീണ്ടും ഉറപ്പിച്ചു. ദരിദ്രർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ദളിത്, ഗോത്രവർഗ വിഭാഗങ്ങൾ എന്നിവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ അന്യായമായി പരിമിതപ്പെടുത്തുന്നതിനെതിരെ ജാഗ്രത വേണം. ദളിത് ക്രിസ്ത്യാനികൾ പതിറ്റാണ്ടുകളായി നേരിടുന്ന അവകാശ നിഷേധം ഒരു പരോക്ഷ വിവേചനമായി തുടരുകയാണെന്നും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവരുന്നത് ജനാധിപത്യ ഘടനയെ ദുർബലപ്പെടുത്തുമെന്നും സഭ ആശങ്ക പ്രകടിപ്പിച്ചു. നിർബന്ധിത മതപരിവർത്തനമെന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് നിരപരാധികളെ തടവിലാക്കുന്ന നടപടികളിൽ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തി. വ്യക്തികളുടെ മതസ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കുമുള്ള മൗലിക അവകാശത്തിന് വിരുദ്ധമായ നിയമങ്ങൾ അടിയന്തരമായി റദ്ദാക്കണമെന്ന് ബിഷപ്പുമാരുടെ കൗൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഓരോ പൗരനും മനസാക്ഷിയുടെ സ്വാതന്ത്ര്യത്തിനും സ്വതന്ത്രമായി മതം സ്വീകരിക്കുവാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള തുല്യ അവകാശമുണ്ടെന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഉറപ്പു നൽകുന്നുണ്ടെന്ന് സഭ ഓർമ്മപ്പെടുത്തി. ഉയർന്ന വർഗക്കാരും താഴ്ന്ന വർഗക്കാരും ഇല്ലാത്ത സാധാരണക്കാർക്ക് ഭരണത്തിൽ ഫലപ്രദമായ ശബ്ദമുള്ള ഒരു ഇന്ത്യയെക്കുറിച്ച് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത സ്വപ്നം സാക്ഷാത്കരിക്കാൻ നാം എല്ലാവരും പ്രതിജ്ഞാബദ്ധരാകണമെന്നും ഗാന്ധിജിയുടെ ഈ മഹത്തായ മാതൃക മുറുകെ പിടിച്ച് മുന്നോട്ടു പോകണമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംഭാഷണവും അനുരഞ്ജനവും. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ധ്രുവീകരണത്തിന്റെയും അവിശ്വാസത്തിന്റെയും പശ്ചാത്തലത്തിൽ സംഭാഷണത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും പാത സ്വീകരിക്കുവാൻ ഭാരത കത്തോലിക്ക സഭ അവകാശങ്ങളും അന്തസ്സും നിഷേധിക്കപ്പെടുമ്പോൾ പോലും ക്ഷമയുടെയും സ്നേഹത്തിന്റെയും വഴി തേടാനാണ് ക്രൈസ്തവ വിശ്വാസം പ്രേരിപ്പിച്ചതെന്ന് ബിഷപ്പുമാർ ഓർമ്മിപ്പിച്ചു. ക്രിസ്തുവിൽ വേരൂന്നിയ ഭരണഘടന. ധ്രുവീകരണത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഈ കാലത്ത് മതാന്തര സംവാദങ്ങളിലൂടെയും സൗഹൃദത്തിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കാനാണ് സഭ ആഗ്രഹിക്കുന്നത്. നീതിയുക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സാഹോദര്യപരവുമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി എല്ലാ സന്മനസ്സുള്ള ആളുകളുമായും ചേർന്ന് പ്രവർത്തിക്കണമെന്നും പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശത്തിലും സമാധാന രാജ്ഞിയായ മറിയത്തിന്റെ സംരക്ഷണത്തിലും സഭയുടെ ദൗത്യം തുടരുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന പൗലോസ്ലീഹായുടെ ലേഖനത്തിലെ വചനം ഉദ്ധരിച്ചുകൊണ്ട് വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലും പ്രത്യാശയോടെ മുന്നോട്ടു പോകുവാൻ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തു.